നാട്ടിൽ അറക്കാൻ കൊണ്ടുവന്ന കുട്ടിന് വെള്ളം കൊടുക്കാന്ന് പറയലുണ്ടോ? എന്നാ അങ്ങനെ ഒരു സംഭവമായിരുന്നു കേട്ടോ ഇത്. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. 2-3 ദിവസമായിട്ട് ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ. അങ്ങനെ തണുത്ത് എന്തെങ്കിലും കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് നേരെ നമ്മൾ ഉള്ളിലുള്ള ഫലൂദയിലേക്കാണ് പോയത്. ഫലൂദയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഡഫോഡിൽ കഴിക്കാനായിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. എൻ്റെ ഒരു ഹസ്ബൻഡ് ഒരു ഡഫോഡിലൊക്കെ വാങ്ങി തന്നെ എന്നെ ഭയങ്കര സോപ്പിലേറെ കുരുട്ടുള്ളതുകൊണ്ട് എനിക്ക് അപ്പേ കത്തിണ്ടായിരുന്നു ഇത് ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള ഷോപ്പിംഗ് ആണ് എന്ന്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവൾ ഹോസ്പിറ്റലിൽ പോകുന്നതിന് എന്തിനാ ഇത്ര പട്ടിഷോ ഓർക്കുന്നതെന്ന്. എന്തായാലും ക്ഷീണാണ് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. ബ്ലഡ് എന്തായാലും ചെക്ക് ചെയ്യും. അത് തന്നെയാണ് എൻ്റെ പ്രശ്നം. എനിക്ക് സൂചി എന്ന് പറഞ്ഞാല് ചെറുപ്പം മുതലേ ഉള്ളൊരു പേടിയാട്ടോ. ഇതൊക്കെ കേട്ടാൽ ആൾക്കാർ പറയൂ പെണ്ണല്ലേ എന്തൊക്കെ വേദന സഹിക്കണമെന്ന്. പക്ഷേ വേദന വേദന തന്നെ അല്ലേ? അത് ശരി. ഈ സൂചിയുടെ വേദന പോലും സഹിക്കാൻ പറ്റാത്ത എനിക്ക് ഒരു ബേബി കൂടെ ഉണ്ട് കേട്ടോ. ഈ ഡെലിവറി പെയിനൊക്കെ എങ്ങനെയാ ഞാൻ അന്ന് സഹിച്ചതെന്ന് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഓർമ്മ പോലും ഇല്ല. ഒരു പക്ഷേ പടച്ചോൻ നമ്മക്ക് അറിഞ്ഞു തന്നൊരു കാരുണ്യം തന്നെ ആയിരിക്കൂലേ ഈ മറവി. എന്തായാലും ബ്ലഡ് ചെക്ക് ചെയ്യും. അപ്പോൾ പിന്നെ നമുക്കൊരു പാനിപൂരിയും കൂടെ കഴിക്കാലോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഹോസ്പിറ്റലിലേക്കാട്ടോ. ആ വിശേഷം പറയാനേ വയ്യ. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.